ഹലോ ഗൈസ്, ഞാൻ ആദ്യൻ്റെ കൂടെ സാർബ്രുക്കനിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ആകെ 1.25 മണിക്കൂർ സംതിങ്ങേ ഉള്ളൂ ലക്സംബർഗിലേക്ക്. അപ്പം ഞാനും ആദ്യം കൂടെ 1 ഡേ ട്രിപ്പ് പോലെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളിവിടുന്ന് ട്രെയിൻ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് നമുക്ക് ബസ്സാട്ടോ കയറേണ്ടത്. അപ്പം നമുക്ക് പോവാം. സാർബ്രുക്കൻ ബാനോഫിൽ നമ്മൾ ചെല്ലുമ്പം തന്നെ ഈ പുറത്തായിട്ട് ഇവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഈ ലക്സംബർഗിലേക്കുള്ള ബസ് അവിടെ കിടപ്പുണ്ടാകും. ആ ഒരു സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വീഡിയോ എടുക്കുമ്പം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്താൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. 1.5 hour ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക്. പെട്ടെന്ന് എത്താൻ പറ്റും. സാർബ്രുക്കനിലും അല്ലെങ്കിൽ അടുത്തുള്ള സിറ്റിയിലുള്ളവർക്കൊക്കെ ട്രാവൽ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ ഒരു ബസ് വിളിച്ച് പോകുന്നതാണ് കേട്ടോ. പിന്നെ വേറെ സിറ്റിയിലുള്ളവർക്ക് വേറെ രീതിയിൽ പോകാനായിരിക്കും എളുപ്പം ഉണ്ടാവുക. പിന്നെ ചെറിയൊരു കൺട്രിയാണ്, ജസ്റ്റ് നമുക്ക് പോയി ഒരു 1 ഡേയിൽ കണ്ടിട്ട് തിരിച്ച് വരാം, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഭയങ്കര കുറേ പ്ലാനിങ് ഒന്നും ഇല്ലാതെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ അങ്ങനെ കാണാൻ പാകത്തിനൊക്കെ ഉള്ളത്. മെയിനായിട്ടും 1 ഡേയിൽ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തത്. സ്റ്റേ ചെയ്ത് കാണത്തക്ക രീതിയിലുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മൾ 1 ഡേയിലേക്ക് മാത്രമായിട്ടാണ് പോയത് കേട്ടോ. പിന്നെ എൻ്റെ വ്ളോഗ് എടുക്കൽ എത്രത്തോളം ശരിയായെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഭയങ്കര എപ്പോഴും പ്ലാൻ ചെയ്യും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ എന്താണെന്ന് അറിയില്ല, വീഡിയോ എടുക്കലിൽ ഞാൻ കുറച്ച് വീക്കാണ്. വ്ളോഗൊക്കെ എടുക്കുന്നതിൽ കുറേ കഴിയുമ്പോൾ എനിക്ക് മടിയാവും, കുറേ കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ. ഞാൻ കുറച്ച് ഇനി പതുക്കെ ശരിയാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം കേട്ടോ. നമ്മൾ വേഗം എത്തുകയും ചെയ്തു. എനിക്ക് വലിയ കുറേ ദൂരമുള്ള പോലെ തോന്നിയില്ല. നമ്മൾ വേറൊരു കൺട്രിയിലേക്കാണ് പോകുന്നത് കേട്ടോ. പക്ഷേ 1.5 hour തന്നെ നമുക്ക് ബോർഡറിലായതുകൊണ്ട് നമുക്ക് വേഗം പോകാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓൾറെഡി സാർബ്രുക്കനിൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവർക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. സ്റ്റുഡൻ്റ് ID കാണിച്ചാൽ മതിയായിരുന്നു. ഞാൻ വേറെ പുറത്തുനിന്ന് വന്നിട്ടുള്ള വേറെ സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ബസ് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ലക്സംബർഗിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് ഏത് ട്രാമിലോ ബസ്സിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. കയറുക പോവുക അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആദ്യത്തെ സ്ഥലത്ത് പോകാം. ചെറിയൊരു കൺട്രി ആട്ടോ. അപ്പം 1 ഡേ ട്രിപ്പും കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ഥലത്തിലേക്ക് പോകാം. ഏറ്റവും ആദ്യം പോയത് നോട്രഡാം കത്തീഡ്രലായിരുന്നു കേട്ടോ. നമ്മളിപ്പം അവിടെ പോയിട്ട് കുറച്ചധികം നാളായി. വീഡിയോ വരാനായിട്ട് കുറച്ചധികം ഡിലേ ആയതാണ് കേട്ടോ. ഞാൻ ഇനി കുറേശ്ശെ ശ്രദ്ധിക്കാം. നമുക്കിവിടെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്ന ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ആ ഒരു ചർച്ച ഉള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ആൾക്കാരെയും അകത്ത് ആ ഒരു ആർക്കിടെക്ചറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോസൊന്നും കാണുന്നില്ല. എൻ്റെ ഫോണിലും കുറച്ച് ആദ്യൻ്റെ ഫോണിലൊക്കെ ആയിട്ടാണ് എടുത്തത്. അപ്പം എന്തൊക്കെയോ ഇതായി മിക്സ് ആയിട്ടൊന്നും കാണുന്നില്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫുട്ടേജുകളേ ഉള്ളൂ. അതുകൊണ്ട് അടുത്തടുത്ത് പെട്ടെന്ന് പടപടേന്നാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കണ്ടു തീർത്തതും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം എല്ലാ സ്ഥലവും കണ്ടും തീർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് സ്ഥലത്ത് നമ്മൾ പോയുള്ളൂ. പിന്നെ കണ്ടതാണ് ഈ ഒരു മോണുമെൻ്റ് ഓഫ് റിമംബറൻസ്. ഇത് ആ ഒരു ചർച്ചിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇത് പണ്ട് വേൾഡ് വാർ ഫസ്റ്റിലും സെക്കൻഡിലും സ്പാനിഷ് വാറിലും അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ആർമീനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ്. അതൊരു ലേഡിയാണ്. ലേഡി ഒരു ക്രൗൺ പിടിച്ചിട്ടുള്ള രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതും കണ്ടു. പിന്നെ നമ്മൾ ആക്ച്വലി പോയതൊരു മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു കെട്ടിടം കണ്ടത്. നമ്മുടെയൊക്കെ പാർലമെൻറ്റ് എന്ന് പറയില്ലേ, അതേപോലെ ലക്സംബർഗിലുള്ള അവരുടെ പാർലമെൻറ്റാണ് ഈ കാണുന്ന കെട്ടിടം കേട്ടോ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ആർമി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അവർ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് നേരം അവർ നിൽക്കും, കുറച്ച് നേരം നടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പം അവരുടെ പട്ടാളം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത്. അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷെ അത് കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കുകയൊക്കെ ചെയ്തു. അവർ തോക്കൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടും നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടു. പിന്നെയാണ് നമ്മൾ നേരെ ആ ഒരു മ്യൂസിയത്തിലേക്ക് പോയത്. എല്ലാ സ്ഥലങ്ങളും അടുത്താണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ബസ് കയറി പോകാനാണെങ്കിലും പെട്ടെന്ന് അടുത്തടുത്താണ് എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ പോയതാണ് ഈ ഒരു മ്യൂസിയത്തിലേക്ക്. ഈ മ്യൂസിയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാ സെക്ഷൻ വൈസ് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കണ്ടോ, ABCD എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ പണ്ടത്തെ ആ ഒരു ടൈമിലുണ്ടായിരുന്ന പാത്രങ്ങൾ, കത്തികൾ, കാര്യങ്ങൾ, അങ്ങനെ യൂട്ടൻസിൽസും എല്ലാം വെച്ചിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ആദ്യത്തെ സെക്ഷൻ. പിന്നെ നമ്മളുടെ പെയിൻറ്റിങ്സ്, കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മെഡൽസ്, കോയിൻസുകൾ, പണ്ടത്തെ നാണയങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ടുള്ള സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർലി ഏതെങ്കിലുമൊക്കെ സെക്ഷൻ കാണാനാണ് ഇൻട്രസ്റ്റിങ്, നമുക്ക് അത് മാത്രമായിട്ടൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയായിരുന്നു അത് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്, ഓരോ ഫ്ലോറൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രസമായിരുന്നു. നമുക്ക് പെട്ടെന്ന് കണ്ടിറങ്ങാനും പറ്റും.
അപ്പോൾ അവിടെ നമ്മൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മ്യൂസിയം ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്തായാലും. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ കൺട്രികളിലും ഇതുപോലെ കുറേ മ്യൂസിയംസ് ഉണ്ട്. ഇപ്പോൾ ലക്സംബർഗിൽ തന്നെ കുറേ മ്യൂസിയം ഉണ്ട്. ഇതിപ്പോൾ അതിലൊരു മ്യൂസിയമാണ്. കുറേ മ്യൂസിയംസ് ഉണ്ട്, എൻട്രി ഫീയോട് കൂടിയിട്ടുള്ള മ്യൂസിയംസ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാം കാണാനൊന്നും നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർലി കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. ഇവിടെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പോയത് ഈ ഒരു സ്പോട്ടിലാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു താഴത്തെ ആ ഒരു വ്യൂ കാണാനായിട്ട് പറ്റും. ഇത് ഞാൻ മറ്റേ പ്രാഗിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി ഫോണിൽ എങ്ങനെ നോക്കിയാലും വരില്ല കേട്ടോ. നേരിട്ട് ആ ഒരു സ്പോട്ടിൽ പോയി നിൽക്കുമ്പം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ എനിക്ക് കൗതുകമായിട്ട് തോന്നിയൊരു സംഭവമാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എല്ലായിടത്തും തന്നെ ഡിജിറ്റലായിട്ടുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ സ്ക്രീൻ ആയിരിക്കുമല്ലോ. ഞാൻ ഓർത്തു ഇവിടെ ഡിജിറ്റൽ അല്ല, ചുമ്മാ ഓൾറെഡി എഴുതി വെച്ചേക്കുന്നതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ ഓർത്ത് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കുന്ന സംഭവമാണെന്നാണ്. പിന്നെ എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവിടെ ഫ്രീ ആണ്. ബസ്സാണെങ്കിലും ട്രാം ആണെങ്കിലും ഒക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് വലിയ ചിലവില്ലാതെ പെട്ടെന്ന് കണ്ടിട്ട് വരാൻ പറ്റിയ, എന്നാൽ നമുക്കിങ്ങനെ ഒരു കൺട്രി നമുക്ക് ഓക്കെ ഈ കൺട്രി നമ്മൾ പോയി എന്ന് പറഞ്ഞ് നമുക്ക് ടിക്കറ്റ് ഇടാൻ പറ്റിയ ആ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതലും ബസ്സും ട്രാമും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ട്രാമൊക്കെ നോക്ക് എന്ത് രസമാണ് കാണാനെന്ന്. രാത്രി കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്, കാരണം അതിലിങ്ങനെ കളറുകൾ ഓരോരോ സെക്ഷനിൽ കളറുകൾ കണ്ടോ. അത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ബസ്സുകളാണെങ്കിലും എല്ലാ ബസ്സും ഒരേ മോഡലായിരുന്നു. മറ്റേ ഈ കളിപ്പാട്ടം ബസ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ബസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഒരേ പാറ്റേണിലുള്ള പോലെ. അപ്പം അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അത് ചുമ്മാ പോയതാണ്. ലൈക്ക് നമ്മൾ അപ്പം നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണോ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്, അവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലെയാണോ എന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകത്തിൽ ജസ്റ്റ് പോയതാണ്. പിന്നെ അവിടുത്തെ സ്നാക്സ്, ബേക്കറി ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ കയറി പോയതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ജ്യൂസ് കിട്ടുന്ന ആ ഒരു മെഷീൻ കണ്ടത്. പിന്നെ കുറേ നേരം അവിടെ തപ്പി കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആദ്യം മനസ്സിലായില്ല ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഞങ്ങളിട്ട് കുറേ കുത്തൊക്കെ ചെയ്തു. ലാസ്റ്റ് മറ്റേ ഇതിൽ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, ആ ഒരു സീനായിരുന്നു. ലാസ്റ്റ് അവിടുത്തെ ഒരു ലേഡീൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് അവർ വന്നിട്ടാണ് സെറ്റാക്കി തന്നത്. പിന്നെ നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ പോയപ്പോൾ. നല്ല വെയിലുള്ള ദിവസമായിരുന്നു. നമ്മൾ ജാക്കറ്റൊക്കെ എടുത്ത് പോയെങ്കിലും നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കാമെന്നോർത്ത് അങ്ങനെ അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലെ ഫൂട്ടേജൊക്കെ ഭയങ്കര കുറവായതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടി വരുന്നത് കേട്ടോ. ഇത് അടുത്തൊരു സ്ഥലമാണ്. ഇത് ജസ്റ്റ് ഒരു ആർച്ചാണ് കേട്ടോ. പേരൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ആ ഒരു ആർച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് മേളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒരു എലവേറ്ററിലേക്കാണ്. നമുക്കിങ്ങനെ ഒരു പനോരമിക് വ്യൂ കിട്ടുന്ന ഒരു എലവേറ്ററാണ്. അത് കയറിയിട്ട് മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഞാൻ ഇടയിലൊരു ഇത് കാണിച്ചില്ലേ മേൽഭാഗം കാണുന്നത്, അത് തന്നെ വേറെ എലവേറ്ററിൻ്റെ മേളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂവും നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെയായിരുന്നു നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലത്ത് എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇതാ എലവേറ്ററിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ മേളിൽ നിന്ന് നമുക്ക് വേറെ സ്ഥലത്ത് കൂടെയും എൻട്രൻസ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലിഫ്റ്റ് താഴേക്കും ഉണ്ട്, അങ്ങനത്തെ രീതിയിൽ. അപ്പം അതാണ് ഈ ഒരു വ്യൂ കേട്ടോ. അതിൻ്റെ അടുത്തൊരു പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂ തന്നെ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. കുറേയൊന്നും വീഡിയോയിൽ എടുത്തില്ല, അതുകൊണ്ട് ഇത് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ പോലെ ഉണ്ട്. പക്ഷേ ഇനി തൊട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം ഈ വോയിസ് ഓവർ കൊടുക്കൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ ആ ലൈവ് മൊമെൻറ്റിൽ സംസാരിച്ച് അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.